ഞാൻ അണ്ണൻ തമ്പി ഇറങ്ങിയ സമയത്ത് മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ കണ്ടു, ഡ്യൂപ്പ് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ സീനിലും കണ്ടു. ഇറ്റ്സ് വെരി കമൻറ്റബിൾ. ശരിക്കും അതൊരു ആർട്ടിസ്റ്റിൻ്റെ ശരിക്കും ഒരു പ്രൊഫഷണൽ ഹൈറ്റിനെയാണ് കാണിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അത് ഇതുപോലെ മമ്മൂക്ക എന്നെ വിളിച്ചാണ്. എന്നെ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ഇങ്ങനെ ഡൂപ്പായിട്ട് ചെയ്തത്. അതിലൂടെയാണ് ഇഷ്യൂസ് ഉണ്ടായിട്ട് വിനയൻ സാറ് മലയാള സിനിമയിൽ നിന്ന് പുറത്തു പോവുകയും ഞാൻ സിനിമയിലേക്ക് കയറുകയുണ്ടായി. ഒരു ചോദ്യം ചോദിച്ചു, പൂങ്കാവ്, ഒരു പുഷ്പം ചോദിച്ചപ്പോൾ ഒരു പൂങ്കാവനം തരും, അതാണ് ടിനിട്ടോ. അതായിരുന്നു അന്നത്തെ ഒരു ഇഷ്യൂ. അതിൻ്റെ പിന്നിലുള്ള ഒരാൾ ഞാനായിരുന്നു. പക്ഷേ മമ്മൂക്ക വിളിച്ചിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു. ഈ ഇഷ്യൂ ആണ്, ഇനി ബോയ് ഫ്രണ്ടിൽ ഞാൻ ചെയ്ത് അത്ര ബന്ധമില്ല എനിക്ക്. പറഞ്ഞ് നമ്മുടെ ഒരു പടമുണ്ട്, നീ ഒന്ന് നിൻ്റെ ബോഡി ഒന്ന് എനിക്ക് യൂസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, എങ്ങനെ? നമ്മുടെ ഡൂപ്പായിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ? നീ ഇപ്പോൾ ഒരു പടം ചെയ്തില്ലേ ബോയ് ഫ്രണ്ട്, അതിൽ ചെയ്ത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് കണ്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ അണ്ണൻ തമ്പിയിൽ പോകുന്നത്. അപ്പോൾ അൻവർ റഷീദ് എൻ്റെ ഡയറക്ടർ അവിടെ ചെന്ന് ഡാൻസ്. ഞാൻ അന്ന് ആ ലൊക്കേഷനിൽ വന്നു. ആണല്ലേ? പൊള്ളാച്ചി എവിടെയായിരുന്നു? പൊള്ളാച്ചിയിൽ വന്നപ്പോൾ ബെന്നി ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ലൊക്കേഷനിൽ ലഞ്ചൊക്കെ വൈകുന്നേരമാണ് വന്നത്. രാവിലെ എത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ബിരിയാണിയാണ് കഴിച്ചത് അന്ന്? എനിക്ക് അതും കപ്പലണ്ടി മുട്ടായും പഴവും ഞാൻ ഒരിക്കലും മറക്കില്ല. ഭക്ഷണം കഴിച്ചു. സിനിമ പ്രാവശ്യം ഭക്ഷണം കഴിച്ച പിന്നെ വിടൂല, അത് മറക്കില്ല. അപ്പം അങ്ങനെയാണ് ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ അറിയപ്പെടുന്ന ഇതെപ്പോഴും എന്നെ വിളിച്ചിരുന്നു, നമ്മൾ പാലേരി മാണിക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിനക്ക് നാണാവില്ല, വെറുതെ ഈ ശരീരം വിറ്റ് ജീവിക്കണം. ശരീരം വിൽക്കുന്നതിന് പല ഇതുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ. പക്ഷെ ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് സിനിമയിലേക്ക് വരാൻ ഓരോ വഴികളാണ്. ദൈവം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളൊരു വഴിയായിരിക്കും തന്നത്. പിന്നെ നമ്മൾ ഡൂപ്പായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡിൻ്റെ ഡൂപ്പായിട്ടാണ്. അപ്പം അദ്ദേഹത്തിന് ഇത്ര അടുത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുകയാണ് കണ്ണിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും നമുക്ക് ഇത്രയും മതിയോ എന്നുള്ളൊരു സംശയിച്ചിട്ടുണ്ട്. കാരണം അതിൽ കാണുമ്പോൾ സങ്കടം വരുന്ന ഉണ്ട്, അണ്ണനും തമ്പിയൊക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ പോകുന്നു. പക്ഷെ അത് സ്ക്രീനിൽ വന്നപ്പോൾ ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യം ബാലപാഠം പഠിക്കുന്നത്. അത് പഠിക്കുന്നത് ഇത്രയും വലിയൊരു ഉസ്താദിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ടാണ്. പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും ഞാൻ നിന്ന് അനുഭവിച്ച പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരമാല പഠിക്കാൻ സർവകലാശാലയിൽ പോയി എന്നൊക്കെ നമുക്ക് പറയാം. അതെ. അപ്പോൾ 3 സിനിമ അങ്ങനെ ചെയ്തപ്പോഴും പിന്നെ എനിക്ക് സംശയം ഞാൻ ഇത് തന്നെ ആയി പോകുമോ. പിന്നെ ആ സമയത്ത് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ മമ്മൂക്കനെ ഡൗൺലോഡ് വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ശ്രീലങ്കയിൽ പോയി വിളിച്ച് താമസിക്കുക, അല്ലെങ്കിൽ രക്ഷയില്ല. കാരണം പിന്നെ ഞാൻ കേൾക്കുന്നത് 4 പേരായിട്ട് വരാൻ പോകണം മമ്മൂക്ക, 10 എണ്ണമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗതികേടാവും. മുഖം കാണിക്കാനും പറ്റില്ല, ഈ സൈഡും ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പെയിൻ അദ്ദേഹം കണ്ട്.